നമസ്കാരമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരന്മാരെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷിൻ്റെ വാർത്താ സമ്മേളനം കാണാനും പ്രസംഗം കേൾക്കാനും ഇടയായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ സഖാവ് അഭിമന്യുവിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം സഖാവ് അഭിമന്യു. അങ്ങ് മൂന്നാറിലെ വട്ടവടയിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള മഹാരാജാസ് കോളേജിൽ വരികയും എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മതിലിൽ വർഗീയത തുലയട്ടെ എന്നും പറഞ്ഞ് എഴുതിയതിൻ്റെ പേരിൽ ഒരു പറ്റം വർഗീയവാദികളുടെ കത്തിപ്പിടിയിൽ ഒതുങ്ങി എന്ന് പറയപ്പെടുന്ന സഖാവ് അഭിമന്യു വർഷാവർഷങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. അഭിമന്യുവിൻ്റെ ചരമവർഷമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ജസ്റ്റ് ഇതിനു വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ സഖാവ് ഗോവിന്ദൻ മാഷിൻ്റെ ആ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണ പിന്തുണ, അതായത് വർഗീയപരമായിട്ട് വടകര എന്ന് പറയുന്ന ജില്ലയെ വർഗീയപരമായിട്ട് പല കാര്യത്തിലേക്കും കൊണ്ടുപോകേണ്ട ഒരു പോസ്റ്റ് നിങ്ങളതിനെ പിന്തുണയ്ക്കുക മാത്രമല്ല ചെയ്തത്, അവരെ ആ പോസ്റ്റ് ഷെയർ ചെയ്തവരെയും ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തവരെയും സംഘി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും അതുകൂടാതെ മറ്റു പല പ്രമുഖർ അത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് എങ്ങോട്ടാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ നോക്കുന്നത്? നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താവുമെന്ന് ആലോചിക്കുന്നത്. അങ്ങയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ DYFIൻ്റെ കുട്ടി സഖാക്കന്മാർ അതിന് ആ പോസ്റ്റ് എഡിറ്റ് ചെയ്ത ആളെയും അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്ത ആളുകളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് മുന്നിൽ വന്നു. നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളെപ്പോലെയുള്ള നേതാക്കന്മാരെ ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ മാത്രമല്ല കണ്ണടച്ച് സഖാവെ ഇരുട്ടാക്കാൻ നോക്കരുത്. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വർത്തമാനം കേൾക്കുന്നത്, സഖാക്കന്മാർ മാത്രമല്ല നിങ്ങളുടെ ഓരോ വാർത്താ സമ്മേളനങ്ങൾ കേൾക്കുന്നത്. നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പൊതുജനമായിട്ടുള്ള ആളുകൾ അത് ശ്രവിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതേപോലെ തന്നെ കാണുന്നുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളോരോ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വാർത്താ സമ്മേളനം കാണുമ്പോഴത്തേക്കും അങ്ങയുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, വർഗീയവാദത്തെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ആ തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടണവരെ അത് മറ്റുള്ളവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും CPM നശിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളായി തന്നെ നിങ്ങളുടെ കുഴി തോണ്ടാതിരിക്കാൻ നോക്കുക. കാരണം നിങ്ങൾ നശിഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്നത് വർഗീയവാദികളായിരിക്കും. അതില്ലാതിരിക്കാൻ നോക്കേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.